അസ്സലാമു അലൈക്കും. അല്ലാമീൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണിത്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇനി വെളിച്ചെണ്ണ, ചെറുനാരങ്ങയുടെ ജ്യൂസ് എന്നിവ ചേർത്ത് കൊടുക്കാം. വലിയൊരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വേറെ പുളിക്ക് തക്കാളിയോ മറ്റൊന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് വലിയൊരു ചെറുനാരങ്ങയുടെ ജ്യൂസ് മുഴുവനായും അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. മുറിച്ച് കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ആ ജ്യൂസ് ഫുള്ളായിട്ട് 2 മുറിയും അതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ചിക്കൻ അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഇത് പാകം ചെയ്യുന്നത് കൊണ്ടും അതിന് നല്ലോണം അരപ്പ് പിടിക്കാൻ വേണ്ടി 1 മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. അരമണിക്കൂറായാലും മതി. അത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായത് സവാളയാണ്. സവാള നല്ലവണ്ണം വെളിച്ചെണ്ണ വെച്ച് അതിൽ നന്നായി മുരിച്ചെടുക്കണം. ആ മുരിച്ചെടുത്ത സവാളയുടെ ടേസ്റ്റാണ് അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ്. ചിക്കൻ ചുക്കയാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഇതാണ്. സവാള വഴറ്റി ചേർക്കുന്നത്, മുരിച്ചെടുത്ത് ചേർക്കുന്നത്. അതിനു വേണ്ടി ഒരു 2 സവാള ചേർത്ത് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ 2 മതി. ഒരു ചിക്കൻ മുഴുവൻ ഉണ്ടെങ്കിൽ ഒരു 4 സവാളയെങ്കിലും. ഇത് ചെറിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഫാൻ അടുപ്പത്ത് വെച്ച് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി വേഗം വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരൽപ്പം ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സവാള അരപ്പ് കുഴക്കുന്ന സമയത്ത് തന്നെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ അരപ്പ് കുഴക്കുന്നതിലൂടെ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി അതിൻ്റെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ആ ബ്രൗൺ കളറായ സവാള ചിക്കൻ കുഴച്ച് വെച്ചതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടത് നമുക്ക് പാകം ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് തുറന്ന് വെച്ച ഒരു 10 മിനിറ്റും കൂടി വേവിച്ച് മുരിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ പാചകം റെഡിയാവുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായി മുരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട്.
വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാ.